സദ്യവട്ടം ഒരുക്കി തുടങ്ങിയപ്പോഴേക്കും കാടുകുലുക്കി വാനര സംഘമെത്തി. കാരറ്റ്, പപ്പായ, പേരയ്ക്ക, സപ്പോട്ട തുടങ്ങി 18 ഇനങ്ങളാണ് സദ്യയിൽ വിളമ്പിയത്. കഴിയാവുന്ന അത്രയും വിഭവങ്ങൾ വാരിയെടുത്ത് കുറുമ്പ് കാട്ടി വാനരന്മാർ. കുറച്ച് ചോറും കുറേയേറെ പഴങ്ങളും പച്ചക്കറികളും. ഇതാണ് വാനരക്കൂട്ടത്തിനുള്ള ഓണസദ്യ. ഇടയിലക്കാട് കാവിലെ കുരങ്ങന്മാർ മനുഷ്യരോട് ഇണക്കമുള്ളവയാണ്. ഇവയുടെ സംരക്ഷണം ലക്ഷ്യമിട്ടാണ് നവോദയ ഗ്രന്ഥാലയത്തിലെ ബാലവേദി പ്രവർത്തകർ വാനര സദ്യക്ക് തുടക്കമിട്ടത്. ഉപ്പ് ചേർക്കാത്തതും ആരോഗ്യപ്രദവുമായ ഭക്ഷണം മാത്രമേ കുരങ്ങുകൾക്ക് നൽകാവൂ എന്ന ബോധവൽക്കരണവും വാനര സദ്യയിലൂടെ സംഘാടകർ ലക്ഷ്യമിടുന്നു. നാട്ടുകാരുടെ സഹകരണത്തോടെ ആരംഭിച്ച വാനര സദ്യ ഇപ്പോൾ ഓണക്കാലത്തെ പ്രധാന ആകർഷണമാണ്. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്. അപ്പോൾ സാരംഗ് സുരേഷിൻ്റെ സാരംഗ്, കുട്ടികൾ തന്നെ അല്ലേ ഈ ഒരു നല്ല കാര്യത്തിന് മുൻകൈ എടുക്കുന്നു എന്നത് വളരെ നല്ല കാര്യമാണ്. കുറേ കാലങ്ങളായിട്ട് അവർ തുടർന്നുകൊണ്ട് വരുന്ന കാര്യമാണ്. എങ്ങനെയാണ് ആ ഒരു സഹജീവി സ്നേഹം അവിടെ ഇങ്ങനെ വളരുന്നത്? ഓണം എന്ന് പറയുന്ന സമയത്ത് തന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ആദ്യം ഓർമ്മ വരുന്ന കാര്യം ഓണസദ്യയാണ്. അപ്പോൾ സാധാരണ ആളുകളൊക്കെ തന്നെ നമ്മളുടെയൊക്കെ തന്നെ ഓണസദ്യയുടെ സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഇടയിലക്കാടുള്ള കുറച്ച് ഏറെ സ്പെഷ്യലായിട്ടുള്ള അതിഥികൾക്ക് അവിടുത്തെ നാട്ടുകാരും വായനശാലയിലെ പ്രവർത്തകരൊക്കെ ചേർന്നിട്ട് ഇങ്ങനെ ഒരു സദ്യ നടത്തുന്നത്. ഏറ്റവും പ്രധാന കാരണം എല്ലാവർക്കും ആഘോഷങ്ങൾ വേണമെന്നുള്ളൊരു കാഴ്ചപ്പാടിൻ്റെ പിറകിലാണ് ഈ ഒരു ആശയം ഉണ്ടാകുന്നത്. പണ്ട് അവിടെ ഒരു അമ്മൂമ്മയുണ്ടായിരുന്നു. ഈ അമ്മൂമ്മയായിരുന്നു ആദ്യ കാലങ്ങളിലൊക്കെ തന്നെ ഓണക്കാലത്തും അതുപോലെ തന്നെ വിശേഷ ദിവസങ്ങളിലൊക്കെ തന്നെ ഉപ്പ് ചേർക്കാത്ത ചോറും അതുപോലെ തന്നെ മധുരപലഹാരങ്ങളും പിന്നെ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ തന്നെ ഈ ഇടയിലക്കാട്ടിലെ വാനരക്കൂട്ടത്തിന് നൽകിയിരുന്നത്. ഇപ്പോൾ അത് ആ അമ്മൂമ്മയ്ക്ക് വെയ്യാതായി തുടങ്ങിയതോടുകൂടി അവിടെയുള്ള കുട്ടിപ്പട്ടാളം ഏറ്റെടുത്തു എന്ന് തന്നെ നമുക്ക് ഏറെ സന്തോഷത്തോടു കൂടി പറയാൻ സാധിക്കും. അവിടെ ഏകദേശം ഇപ്പോൾ 10-35 കുരങ്ങന്മാരുണ്ട്. അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ തന്നെ എത്തിക്കാൻ, അവിടെ അവർക്ക് വിളമ്പാൻ, അവരുടെ കൗതുകത്തോടു കൂടിയുള്ള ആ ഭക്ഷണം കഴിക്കുന്നത് കാണാനൊക്കെ തന്നെ ഒട്ടേറെ ആളുകൾ അവിടെ എത്തിച്ചേരാറുണ്ട്. ഇപ്പോൾ കാസർഗോഡിനെ സംബന്ധിച്ച് അതൊരു രീതിയായി കഴിഞ്ഞു. ഇപ്പോൾ തൃശ്ശൂരിലെ പുലികളി എന്നൊക്കെ തന്നെ നമ്മൾ പറയുന്ന പോലെ, അല്ലെങ്കിൽ അത്തച്ചമയം എന്നൊക്കെ തന്നെ നമ്മൾ ഓണവുമായി ബന്ധപ്പെട്ട് പറയുന്നത് പോലെ തന്നെ ഇത് കൃത്യമായിട്ട് കാസർഗോഡിനെ അടയാളപ്പെടുത്തുന്ന, ഓണക്കാലത്ത് അടയാളപ്പെടുത്തുന്ന ഒരു ആഘോഷമായിട്ട് ഈ അവിട്ടം ചതയം നാളുകളിലെ വാനര സദ്യ മാറി എന്നുള്ളതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ നാടിനെ അടയാളപ്പെടുത്തുന്ന ഇനി ഭാവിയിലൊക്കെ തന്നെ ഒരു പക്ഷേ കൂടുതൽ നല്ല നിലയിൽ അവർക്ക് ഈ വാനര സദ്യ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ